കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിൽ നിന്നും UDF സർക്കാർ പിന്മാറുക എന്നാവശ്യപ്പെട്ടാണ് CPI അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അടിമാലി എംപ്ലോയ്മെന്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് CPI സംസ്ഥാന കൗൺസിൽ അംഗം ജയാമധു ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിന് നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ടും CPIക്ക് ആദ്യം മുതൽ അവസാനം വരെ ഇടപെട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് CPI. അതുകൊണ്ട് തന്നെ ഇതിന് പ്രതിഷേധിക്കുവാനും തെരുവിലിറങ്ങി പോരാടാനും ഒരു മടിയുമില്ലാതെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം കൂടിയുള്ള ഒരു പാർട്ടിയാണ് CPI പാർട്ടി എന്ന് വളരെ ആർജവത്തോടുകൂടി തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങളിലേക്ക് കടന്നു കയറുമ്പോൾ, അവരുടെ വർഗീയപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ, ഈ സമൂഹത്തിൽ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ പോകുന്നതിനെതിരെയും നമ്മൾ ഇടപെടും. കാരണം ഒരു പുതിയ സമൂഹത്തെ നമ്മൾ വിദ്യാഭ്യാസ രംഗം വഴി അല്ലെങ്കിൽ സ്കൂൾ വഴി നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ പൂർവികമായ സംസ്കാരങ്ങളും അതുപോലെ മതേതരത്വങ്ങളും നാനാത്വത്തിലുള്ള ഏകത്വവും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ പുതു സമൂഹത്തിലേക്ക് നമ്മൾ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള സ്കൂളുകളിലേക്ക് കടന്നു കയറിക്കൊണ്ടാണ് ഇപ്പൊ സംഘപരിവാറും BJPയും അവരുടെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വേണ്ടി നമ്മുടെ സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കാൻ പോകുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ CPI മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് അടിമാലിയിലും പ്രതിഷേധ മാർച്ച് നടന്നത്. പ്രതിഷേധ യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം TJ ആൽബർട്ട് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KM ഷാജി, സന്തോഷ് വയലുങ്കര, I ശശിധരൻ, KB ജോൺസൺ തുടങ്ങി നേതാക്കളും പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. കേരള1 മലയാളം, ഇടുക്കി.